Find the number of positive integers less than or equal to 3000 and divisible by 3, 5 or 7. Question എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3000 ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അത് ഏതൊക്കെ വരും? 1 മുതൽ 3000 വരെയുള്ള ഇൻറ്റീജേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 3000 വരെ ഉള്ള ഇൻറ്റീജേഴ്സിൽ 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 1 മുതൽ 3000 വരെ 1 to 3000 വരെ എത്ര പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണുള്ളത്? എങ്ങനെയുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്? 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. 3, 5 or 7. ഓക്കെ, ഇവിടെ നമുക്ക് സെറ്റ് അല്ലേ, നമ്മൾ സെറ്റ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, +1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സെറ്റ്സ്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്ക് 3 കാര്യങ്ങളല്ലേ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 5 കൊണ്ടും പറ്റണം, 7 കൊണ്ടും പറ്റണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എ എന്ന് പറയുന്ന സെറ്റ് എന്താണെന്ന് വെച്ചാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. 1 മുതൽ 3000 വരെ അതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റീജർ ആണ് നമ്മുടെ എ എന്ന് പറഞ്ഞ സെറ്റിലുള്ളത്. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? ഡിവിസിബിൾ ബൈ 3. ബി എന്ന് പറഞ്ഞ സെറ്റാ ഡിവിസിബിൾ ബൈ 3. ബി എന്ന് പറയുന്ന സെറ്റ് ഡിവിസിബിൾ ബൈ 5. ബി എന്ന് പറഞ്ഞ സെറ്റിൽ ആരൊക്കെയാണ് ഉള്ളത്? 1 മുതൽ 3000 വരെയുള്ള ഇൻറ്റീജേഴ്സിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് ബി എന്ന് പറഞ്ഞ സെറ്റിലുള്ളത്. സി എന്ന് പറഞ്ഞ സെറ്റിൽ ഡിവിസിബിൾ ബൈ 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് നമ്മുടെ സി എന്ന് പറഞ്ഞ സെറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിരിക്കണം 3, 5, or 7 എന്ന് വെച്ചാൽ എ യൂണിയൻ ബി യൂണിയൻ സി. ഈ സെറ്റാണ് നമ്മുടെ ആവശ്യമായിട്ടുള്ള സെറ്റ്. ഡിവിസിബിൾ ബൈ 3 or by 5 or by 7. ഈ എ യൂണിയൻ ബി യൂണിയൻ സി ഈ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ സെറ്റിലുള്ള എലമെൻറ്റ്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഓക്കെ ആണല്ലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ആണ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ആൻസർ കിട്ടും. അപ്പം നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. ഫസ്റ്റ് എൻ ഓഫ് എ കണ്ടുപിടിക്കാം. എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 to 3000 വരെ എടുക്കുമ്പോൾ അതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് എ എന്ന് പറഞ്ഞ സെറ്റിലുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. എൻ ഓഫ് എ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 1 മുതൽ 3000 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 3000 നമ്പേഴ്സ് ഉണ്ട്. സിമ്പിൾ അല്ലേ? 1 മുതൽ 10 വരെ 10 നമ്പേഴ്സ്, 1 മുതൽ 100 വരെ 100 നമ്പേഴ്സ്. അപ്പോൾ 1 മുതൽ 3000 വരെ, 1 മുതൽ 3000 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 3000 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ ഓഫ് എ കിട്ടാൻ വേണ്ടി ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 3000 ഡിവൈഡഡ് ബൈ
3 ചെയ്താൽ മതി. ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 1000. 1000ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എത്രയാണ്? 1000 തന്നെയാണ്. അപ്പോൾ നമുക്ക് എൻ ഓഫ് എ എന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1000. എന്ന് വെച്ചാൽ 1 മുതൽ 3000 വരെ ഉള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 1000 നമ്പേഴ്സാണുള്ളത്. ഇനി എൻ ഓഫ് ബി കണ്ടുപിടിക്കാം. എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു സിമ്പിൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 3000 divided by 5 is equal to greatest integer part of 600 is equal to 600. ഇവിടെ 600 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് 1 മുതൽ 3000 വരെ ഉള്ളതിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത എൻ ഓഫ് ബി, എൻ ഓഫ് സി കണ്ടുപിടിക്കാം. എൻ ഓഫ് സി ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 3000 divided by 7 is equal to greatest integer part of എത്ര വരും? നമുക്കിവിടെ 3000 divided by 7 ചെയ്യാം. ഈക്വൽ ടു 428.57 എന്ന് വരും. ഈസ് ഈക്വൽ ടു 428. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കിക്കോണേ. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 3000 ഡിവൈഡഡ് ബൈ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ അതിൻ്റെ LCM എടുത്താൽ മതി. 3ൻ്റെയും 5ൻ്റെയും LCM എത്രയാണ്? 15. അപ്പോൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടോ നോക്കണം. അതാണ് നമ്മുടെ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അതെന്താണ്? നമ്മളിവിടെ ഡിവൈഡ് ബൈ 15 ചെയ്താൽ മതി. ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 200 ഈസ് ഈക്വൽ ടു 200. ഓക്കെ ആണല്ലോ. അടുത്തത് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 3000 ഡിവൈഡഡ് ബൈ എ ഇൻ്റർസെക്ഷൻ സി എന്ന് വെച്ചാൽ എന്ത് വരടാ? 3ഉം 7ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. 3ഉം 7ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ 3ൻ്റെ 7ൻ്റെ LCM എടുക്കുക 21. 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് അതാണ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാ? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 3000 ഡിവൈഡഡ് ബൈ LCM of 3 and 7, LCM of 3 and 7 21 ആണ്. ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 3000 ഡിവൈഡഡ് ബൈ 21 ഈസ് ഈക്വൽ ടു 142.85 ഈസ് ഈക്വൽ ടു 142. ഓക്കെ അല്ലേ? അടുത്തത് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 3000 ഡിവൈഡഡ് ബൈ 5ഉം 7ഉം. 5ഉം 7ൻ്റെ LCM 35 ആണ്. അപ്പോൾ ഇവിടെ 35 ഈസ് ഈക്വൽ ടു എന്ത് വരും? 3000 ഡിവൈഡ് ബൈ 35 എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 85.71 ഈസ് ഈക്വൽ ടു 85. ഓക്കെ. ഇനി അടുത്തത് ലാസ്റ്റ് എന്താണ്? എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എന്താണ്? എ കൊണ്ടും ബി കൊണ്ടും സി കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ 3 കൊണ്ടും 5 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഈ 3ൻ്റെയും LCM കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 3ൻ്റെ LCM എന്ന് പറയുമ്പോൾ 3ൻ്റെയും 5ൻ്റെയും 7ൻ്റെയും LCM എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടുപിടിക്കാം. 3 × 5 × 7 ഈസ് ഈക്വൽ ടു 105. 3ൻ്റെയും 5ൻ്റെയും 7ൻ്റെയും LCM എത്രയാണ്? 105 ആണ്. അപ്പം 105 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടെന്നാണ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിൻ്റെ അർത്ഥം. അപ്പോൾ അതെന്ത് വരും ഇവിടെ? ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 3000 ഡിവൈഡഡ് ബൈ 105 ഈസ് ഈക്വൽ ടു
3000 divided by 105 is equal to greatest integer part of 28.57 is equal to 28. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാം കിട്ടിയില്ലേ? ഇനി എന്താണ് പഠിക്കണം? n ഓഫ് a യൂണിയൻ b യൂണിയൻ c ഈസ് ഈക്വൽ ടു n ഓഫ് a പ്ലസ് n ഓഫ് b പ്ലസ് n ഓഫ് c. എന്തോരുവാടാ? 1000 പ്ലസ് 600 പ്ലസ് 428 മൈനസ് 200 മൈനസ് 142 മൈനസ് 85 പ്ലസ് 28. എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? ആൻസർ ഞാൻ നോക്കാം. ആൻസർ വരുന്നത് 1629 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ഓക്കെ അല്ലേ?